അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്നെ തിരഞ്ഞു വരണ്ട, എൻ്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അത് ഞാൻ എവിടെ ഞാൻ പറയും. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇന്നെ സ്നേഹിക്കുന്ന ആളെ കൂടെ ഞാൻ പോവുകയാണ്. നല്ല മനുഷ്യനാണ് അയാൾ. ജാതി മതമൊന്നും എനിക്ക് വിഷയമല്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നെ കെട്ടിച്ചെന്നില്ലേ, എന്നിട്ട് എന്തെങ്കിലും സുഖം സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇന്നെ തരേണ്ട ഈ വോയിസ് എല്ലാവർക്കും വിടുന്നത്. പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ആളായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളാരും ഇതിൻ്റെ പിന്നാലെ വന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ഒരു 10-17 വർഷമായി ആളായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളെ പോലെയുള്ളൊരു സുഖങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. സമാധാനമുള്ള ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ, ഇന്നെ ഇഷ്ടപ്പെടുന്ന ആൾ, ജാതി മതമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നല്ല ആളാണ്, എന്നെ സ്നേഹിക്കുന്ന ആളാണ്. എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. മരണം വരെ എന്നെ നോക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എനിക്ക് എൻ്റെ ആങ്ങളിനോടും ഏട്ടത്തിയരോടും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളാരും എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തേക്ക് വരരുത്. നിങ്ങൾക്ക് ഇന്നെ വേണ്ട വെച്ചാൽ നിങ്ങൾ ഇന്നോട് ഒഴിവാക്കിക്കളി. എന്നാലും ഇന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എൻ്റെ പിന്നാലെ നിങ്ങൾ ഒരാളും വരരുത്. അഥവാ വന്നു കഴിഞ്ഞാൽ ഇതുവരെ അനുഭവിച്ച വേദനകൾക്കൊക്കെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോണ്ട് ഞങ്ങൾ ആരുടെ അടുത്തേക്കും കാക്കക്ക് ഞാൻ വരില്ല. പിന്നെ നല്ല മനുഷ്യനാണ്, നല്ല തന്തി തള്ളിയാണ്. അപ്പം അതുകൊണ്ട് എന്നെ കൊണ്ടുപോകുന്ന ആൾക്ക് നിങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അവരെ വീട്ടുകാർക്ക് നിങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇനി എന്ത് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കേസായി എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ സ്നേഹിക്കുന്ന ആളെ കൂടെ പോയിന്നേ ഞാൻ എവിടെയും പറയുള്ളൂ. അപ്പം അവിടൊക്കെ നിങ്ങൾ നാണം കെടും. അപ്പം എൻ്റെ മുന്നിൽ ഇങ്ങനെ നാണം കെടുന്നത് എനിക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരാളും എൻ്റെ ജീവിതത്തേക്ക് വരരുത്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് തന്ന ആളായിട്ട് ഇപ്പോൾ ഇത്രയും വർഷം ഞാൻ ജീവിച്ച് എനിക്കൊരു സുഖം സന്തോഷം ഒക്കെ പോട്ടെ, എൻ്റെ സങ്കടത്തിൽ എൻ്റെ കൂടെ നിന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരാളെ കൂടെ ഞാൻ എനിക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പം ഞാൻ പോവുകയാണ്. പിന്നെ എൻ്റെ ഒന്നുമില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇന്ന ആൾ കൊണ്ടുപോകണേ. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. കാശൊക്കെ ഞാൻ അവിടെ വാടക കൊടുത്തിട്ടും അസുഖങ്ങൾക്ക് ചികിത്സിച്ചിട്ടും ഒക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നിക്കണം. അതൊന്നും എൻ്റെ കയ്യിലില്ല. ഒക്കെ ആ ആളാണ് എന്നെ കൊണ്ടുപോകണം. ആളെ കൂടെ ഞാൻ സുഖമായിട്ട് ജീവിക്കാൻ പോവുകയാണ്. ആരും ഇതിൻ്റെ പിന്നാലെ എൻ്റെ അടുത്തേക്ക് വരരുത്. ഒരു ബുദ്ധിമുട്ട് എനിക്കോ എന്നെ കൊണ്ടുപോകണ ആൾക്കോ എൻ്റെ കൊണ്ടുപോകണ ആളെ വീട്ടുകാർക്കോ നിങ്ങൾ തമ്മിലൊരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ അവരെ വീട്ടിൽ വന്നിട്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും. നല്ല അച്ഛനാണ്, നല്ല അമ്മയാണ്. അവരുടെ വീട്ടിലേക്ക് ഞാൻ വരും ചെയ്യും, ഞാൻ അവിടെ സുഖമായി ജീവിക്കും ചെയ്യും. നിങ്ങൾ എന്നെ ഒഴിവാക്കിയെങ്കിൽ ഒഴിവാക്കിക്കോളി. എനിക്ക് അത്ര നിങ്ങളോട് പറയാനുള്ളൂ. പക്ഷേ എൻ്റെ പിന്നാലെ വന്നിട്ട് ഇനിയും എന്നെ കണ്ണീരിലാഴ്ത്തിയിട്ടാണ് നിങ്ങൾക്ക് ജീവിതങ്ങൾ സന്തോഷിക്കണമെന്ന് വെച്ചെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ഞാൻ കളയും. ഇതിൽ എനിക്കൊരു കുറ്റബോധം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദന വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്കൊരു കുറ്റബോധമായിട്ടേ തോന്നുന്നില്ല. ഞാൻ പോവുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ആങ്ങളെന്നോട് പ്രത്യേകം ക്ഷമിക്കണം. അത്രയൊക്കെ പറയാനുള്ളൂ. ആരും എന്നെ തെരഞ്ഞു വരരുത്. ഞാൻ സുഖമായിട്ട് ജീവിക്കാൻ പോവുകയാണ്. എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ താത്താരൊക്കെ എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ട് ഇന്ന് ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, എൻ്റെ പിന്നാലെ വരരുത്. വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ കളയും. അത് മാത്രമല്ല, നിങ്ങളെ ഏത് നിലയ്ക്ക് എന്നെ പിടിച്ചു വിടുന്നു അവർക്ക് ഞാനൊരു ബാധ്യത ആക്കിയിട്ട് നിങ്ങളെ സ്വസ്ഥത ഞാൻ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്നെ തിരഞ്ഞു വരണ്ട, എൻ്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അത് ഞാൻ എവിടെ ഞാൻ പറയും. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇന്നെ സ്നേഹിക്കുന്ന ആളെ കൂടെ ഞാൻ പോവുകയാണ്. നല്ല മനുഷ്യനാണ് അയാൾ. ജാതി മതമൊന്നും എനിക്ക് വിഷയമല്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നെ കെട്ടിച്ചെന്നില്ലേ, എന്നിട്ട് എന്തെങ്കിലും സുഖം സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്നെ തരേണ്ട, ആരും എന്നെ തരേണ്ട. അപ്പോൾ ಎಲ್ಲಾರೋಡು ನಾನು ಹೋಗೋಣ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಅಲ್ಲಾಹು ನಮಗೆ ಕೊಟ್ಟ ಅತ್ಯಂತ ದೊಡ್ಡ ನೆಅಮತ್, ಅನುಗ್ರಹ ಎಂದರೆ ಅದು ಇಸ್ಲಾಂ ಮತ್ತು ಈ ಇಸ್ಲಾಮಿನ ಹಾದಿಯಲ್ಲಿ ನಡೆಯಲು ಸಿಗುವ ಹಿದಾಯತ್, ಸನ್ಮಾರ್ಗ. ಆದರೆ ಇಂದು ನಮ್ಮ ಕಣ್ಣ ಮುಂದೆ ನಮ್ಮ ಹೆಣ್ಣು ಮಕ್ಕಳು, ನಮ್ಮ ರಕ್ತಗಳು ಇಸ್ಲಾಮಿನ ನೆರಳನ್ನು ಬಿಟ್ಟು, ಹಿದಾಯತ್ತಿನ ಹಾದಿಯನ್ನು ಬಿಟ್ಟು ಕತ್ತಲೆಯ ಕಡೆಗೆ ಹೆಜ್ಜೆ ಇಡುತ್ತಿದ್ದಾರೆ. ಎಂದರೆ ನಾವು ಎಲ್ಲೋ ದೊಡ್ಡ ತಪ್ಪು ಮಾಡುತ್ತಿದ್ದೇವೆ ಎಂದರ್ಥ. ಸಹೋದರರೇ, ನಾನು ಸುಮ್ಮನೆ ಜಾರಿಕೊಳ್ಳುವ ಮಾತುಗಳನ್ನು ಆಡುತ್ತಿಲ್ಲ. ಪ್ರೀತಿ ಸಿಗಲಿಲ್ಲ ಎಂಬ ಒಂದೇ ಕಾರಣಕ್ಕೆ, ಹೆತ್ತವರು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲಿಲ್ಲ ಎಂಬ ನೋವಿಗೆ, ಬಡತನದ ಬೇಗೆಗೆ ಬೆಂದು ಇಸ್ಲಾಂ ಧರ್ಮವನ್ನೇ ತ್ಯಜಿಸಿ ಹೋಗುತ್ತಿರುವ ಒಬ್ಬ ಮುಸ್ಲಿಂ ಹೆಣ್ಣು ಮಗಳ ಕಣ್ಣೀರಿನ ಧ್ವನಿಯನ್ನು, ವಾಯ್ಸ್ ಕ್ಲಿಪ್ಪು ಮೊದಲು ನಾನು ನಿಮಗೆ ಕೇಳಿಸಿದೆ. ಆ ಧ್ವನಿಯನ್ನು ಕೇವಲ ಕಿವಿಗಳಿಂದ ಕೇಳಬೇಡಿ,
ನಮ್ಮ ಈಮಾನಿನ ಹೃದಯದಿಂದ ಕೇಳಿ. ಆಕೆಯ ಧ್ವನಿಯಲ್ಲಿ ಇರುವ ಆ ನೋವು, ಆ ಅಸಹಾಯಕತೆ ನಮ್ಮ ಇಡೀ ಸಮಾಜದ ಮುಖಕ್ಕೆ ಹೊಡೆಯುವಂತಿದೆ. ಈ ವಿಡಿಯೋದಲ್ಲಿ ನಾವು ಕಣ್ಣು ತೆರೆದು ನೋಡಬೇಕಾದ ಅತಿ ದೊಡ್ಡ ಸತ್ಯವೆಂದರೆ ಹಿದಾಯತ್ ಎಂಬುದು ಅಂಗಡಿಯಲ್ಲಿ ಸಿಗುವ ವಸ್ತುವಲ್ಲ, ಅಥವಾ ನಾವಿಷ್ಟು ಬಂದಾಗ ಪಡೆದುಕೊಳ್ಳುವ ಸವಲತ್ತಲ್ಲ. ಅದು ಅಲ್ಲಾಹು ಯಾರನ್ನು ಪ್ರೀತಿಸುತ್ತಾನೋ ಅವರಿಗೆ ಮಾತ್ರ ಕರುಣಿಸುವ ಶ್ರೇಷ್ಠ ಬೆಳಕು. ಒಂದು ವೇಳೆ ಆ ಹಿದಾಯತ್ ನಮ್ಮ ಜೀವನದಿಂದ ದೂರವಾದರೆ, ನಾವು ಎಷ್ಟೇ ಕೋಟ್ಯಾಧಿಪತಿಯಾದರೂ, ದುನಿಯಾದಲ್ಲಿ ಎಷ್ಟೇ ದೊಡ್ಡ ಅಂತಸ್ತಿನಲ್ಲಿದ್ದರೂ, ಪರಲೋಕದಲ್ಲಿ ಆಖಿರತ್ ನಾವು ಶೂನ್ಯ. ಇಂದು ನಮ್ಮ ಸಮಾಜದಲ್ಲಿ ಏನಾಗುತ್ತಿದೆ? ಮದುವೆಗಳ ಹೆಸರಿನಲ್ಲಿ ಕೋಟ್ಯಾಂತರ ರೂಪಾಯಿಗಳನ್ನು ನೀರಂತೆ ಪೋಲು ಮಾಡುತ್ತಿದ್ದೇವೆ, ಅದ್ದೂರಿತನ ಪ್ರದರ್ಶಿಸುತ್ತಿದ್ದೇವೆ. ಆದರೆ ನಮ್ಮದೇ ಪಕ್ಕದ ಮನೆಯಲ್ಲಿ ಮದುವೆಗೆ ಹಣವಿಲ್ಲದೆ ಕಣ್ಣೀರು ಹಾಕುವ ಬಡ ಹೆಣ್ಣು ಮಕ್ಕಳ ಕಣ್ಣೀರು ನಮಗೆ ಕಾಣಿಸುತ್ತಿಲ್ಲ. 7 ಬಾರಿ ಉಮ್ರಾ ಮಾಡಿ ಬಂದ ಶ್ರೀಮಂತರು ಕೂಡ ಬಡ ಹೆಣ್ಣು ಮಕ್ಕಳ ಮದುವೆಗೆ ನೆರವಾಗುತ್ತಿಲ್ಲ. ಎಂದರೆ ನಮ್ಮ ಈಮಾನ್ ಎಲ್ಲಿದೆ ಸಹೋದರರೇ? ಹಣದ ಅಹಂಕಾರದಲ್ಲಿ ನಾವು ಅಲ್ಲಾಹನ ಹಿದಾಯತ್ತನ್ನು ಮರೆತು ಬಿಟ್ಟಿದ್ದೇವೆ. ಕೇವಲ ಲೌಕಿಕ ಸುಖ, ದುನಿಯಾದ ಆಡಂಬರವೇ ನಮಗೆ ಮುಖ್ಯವಾಗಿದೆ. ಆದರೆ ನೆನಪಿಡಿ, ಮರಣದ ನಂತರ ಆಖಿರತ್ತಿನ ಜೀವನದಲ್ಲಿ ಅಲ್ಲಾಹನ ಮುಂದೆ ನಿಂತಾಗ ನಮಗೆ ರಕ್ಷಣೆ ನೀಡುವುದು ನಮ್ಮ ಬ್ಯಾಂಕ್ ಬ್ಯಾಲೆನ್ಸ್ ಅಲ್ಲ, ಬದಲಿಗೆ ನಾವಿಲ್ಲಿ ಸಂಪಾದಿಸಿದ ಹಿದಾಯತ್ ಮತ್ತು ಸತ್ಕರ್ಮಗಳು ಮಾತ್ರ. ನಮ್ಮ ಹೆಣ್ಣು ಮಕ್ಕಳು ಬೇರೆ ಹಾದಿ ಹಿಡಿಯುತ್ತಿದ್ದಾರೆ ಎಂದರೆ ಅದಕ್ಕೆ ಪೋಷಕರಾದ ನಾವೇ ಹೊಣೆ. ನಾವು ನಮ್ಮ ಮಕ್ಕಳಿಗೆ ದುನಿಯಾದ ದೊಡ್ಡ ಶಿಕ್ಷಣವನ್ನು ಕೊಡಿಸುತ್ತೇವೆ, ಆದರೆ ದೀನಿಯ ಶಿಕ್ಷಣವನ್ನು ಕೊಡಿಸಲು ಮರೆತು ಬಿಡುತ್ತಿದ್ದೇವೆ. ಮನೆಯಲ್ಲಿ ಹೆಣ್ಣು ಮಕ್ಕಳಿಗೆ ಪ್ರೀತಿ, ಗೌರವ ಮತ್ತು ರಕ್ಷಣೆ ಸಿಗದಿದ್ದಾಗ ಅವರು ಹೊರಗಿನ ಪ್ರಲೋಭನೆಗಳಿಗೆ ಬಲಿಯಾಗುತ್ತಾರೆ. ಆದ್ದರಿಂದ ನಿಮ್ಮ ಮನೆಗಳನ್ನು ಇಸ್ಲಾಮಿಕ್ ಮೌಲ್ಯಗಳಿಂದ ತುಂಬಿಸಿ. ಮಕ್ಕಳಿಗೆ ಚಿಕ್ಕನಿಂದಲೇ ಅಲ್ಲಾಹನ ಭಯ ಮತ್ತು ಪ್ರೀತಿಯನ್ನು ಕಲಿಸಿಕೊಡಿ. ಕೊನೆಯದಾಗಿ ಅಲ್ಲಾಹನ ಬಳಿ ನಾವು ಸದಾ ಹಿದಾಯತಿಗಾಗಿ ಗೋಗರೆಯಬೇಕು. ಸನ್ಮಾರ್ಗ ಸಿಕ್ಕ ಮೇಲೂ ದಾರಿ ತಪ್ಪದಂತೆ ಕಾಪಾಡಲು ಪವಿತ್ರ ಕುರ್ಆನ್ನಲ್ಲಿ ಅಲ್ಲಾಹನೇ ನಮಗೆ ಕಲಿಸಿಕೊಟ್ಟಿರುವ ಅತ್ಯಂತ ಶ್ರೇಷ್ಠವಾದ ದುಆ ಇಲ್ಲಿದೆ. ನಾವೆಲ್ಲರೂ ಅದನ್ನು ದಿನನಿತ್ಯ ಪಠಿಸೋಣ. ರಬ್ಬನಾ ಲಾ ತುದಿ ಕುಲೂಬನಾ ಬಾದ ಇದ್ ಹದೈತನಾ ವಹಬ್ ಲನಾ ಮಿನ್ ಲದುನ್ಕ ರಹ್ಮತನ್ ಇನ್ನಕ ಅಂತಲ್ ವಹಾಬ್. ಓ ನಮ್ಮ ಅಲ್ಲಾಹನೇ ಪ್ರಭುವೇ, ನೀನು ನಮಗೆ ಸನ್ಮಾರ್ಗವನ್ನು, ಹಿದಾಯತ್ತನ್ನು ತೋರಿಸಿದ ಬಳಿಕ ನಮ್ಮ ಹೃದಯಗಳು ಸತ್ಯದ ಹಾದಿಯಿಂದ ವಿಮುಖವಾಗದಂತೆ ಮಾಡಬೇಡ ಮತ್ತು ನಿನ್ನ ಕಡೆಯಿಂದ ನಮಗೆ ಕಾರುಣ್ಯವನ್ನು ಅನುಗ್ರಹಿಸು. ಖಂಡಿತವಾಗಿಯೂ ನೀನು ಎಲ್ಲರನ್ನೂ ದಾರೆ ಎರೆಯುವ ಮಹಾ ದಾಯನಾಗಿದ್ದೀನಿ. ಅಲ್ಲಾಹನು ನಮ್ಮೆಲ್ಲರನ್ನೂ ತಪ್ಪುಗಳನ್ನು ಕ್ಷಮಿಸಲಿ. ನಮ್ಮ ಇಡೀ ಉಮ್ಮತ್ತಿಗೆ ಮತ್ತು ನಮ್ಮ ಹೆಣ್ಣು ಮಕ್ಕಳಿಗೆ ಹಿದಾಯತ್ ಕರುಣಿಸಲಿ, ಸನ್ಮಾರ್ಗದಲ್ಲಿ ಮುನ್ನಡೆಸಲಿ. ಅದಕ್ಕೆ ಅಲ್ಲಾಹು ತೌಫೀಕ್ ನೀಡಲಿ. ಆಮೀನ್ ಯಾ ರಬ್ಬಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.